ആരെയും അവഗണിക്കാൻ പറ്റത്തില്ല, ആരെയും വില കുറച്ച് കാണാൻ പറ്റത്തില്ല. സ്നേഹം വന്നാൽ എല്ലാവരെയും പൊതിയും. സ്നേഹത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ നടന്ന സ്ഥലമാണ് കാൽവറി ക്രൂശ്. അമ്മ പറഞ്ഞേ, കാൽവറി ക്രൂശിൽ ഒരു കള്ളൻ രക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലേ? കാൽവറി ക്രൂശിൽ കർത്താവിനോട് ചേർന്ന് കിടക്കുന്ന കള്ളനാണ്. പുള്ളിക്കാരൻ പറഞ്ഞ എന്നാണെന്നറിയാവോ? മറ്റവനോട് പറഞ്ഞു, അവനെ പരിഹസിക്കരുത്, അവൻ നീതിമാനാണ്, നമ്മൾ കുറ്റം ചെയ്തിട്ടാണ് കിടക്കുന്നത്. അവൻ അങ്ങനെയല്ല, കള്ളനാണെങ്കിലും വിവരമുള്ളവനാണ്. സ്തോത്രം പറഞ്ഞേ. അവൻ നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്രൂശിൽ കയറി, പക്ഷെ അവൻ അങ്ങനെയല്ല. പറഞ്ഞ ഉടനെ അടുത്ത സെൻറ്റൻസ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ നന്നായിട്ടൊരു ഹല്ലേലൂയ പറ. ഞാൻ പ്രസംഗിക്കുമൊക്കെ പറയാറുണ്ട്, കള്ളനാണെങ്കിലും വെളിപ്പാടുള്ളവനാണ്. ഒന്ന്, കള്ളനാണെങ്കിലും ആദ്യത്തത് മര്യാദയുള്ളവനാണ്. രണ്ട്, വെളിപ്പാടുള്ള. മൂന്ന് വെളിപ്പാടാണ്. ഒന്ന്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം. ഒന്നാമത്തെ വെളിപ്പാട്, നീ രാജാവാ. ഒത്തിരി എണ്ണത്തെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അമ്മാരൊന്നും അല്ല രാജാവ്, നീ ആ രാജാവ്. എൻ്റെ സെക്കൻഡ് വൺ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നീ മരിക്കും, പക്ഷെ നീ മരണം പൊട്ടിച്ച് പുറത്തു വരും. അമ്മ പറഞ്ഞേ. എൻ്റെ തേർഡ് വൺ, മൂന്നാമത്തത് എന്നെയും കൂടെ ഓർത്തോണമെന്ന്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ ഓർത്താലേ പർദീസേ കയറാൻ പറ്റത്തുള്ളൂ. നിന്നെ കൂടാതെ ആർക്കും സ്വർഗീയ പ്രവേശനം ഇല്ലെന്ന്. നമുക്കത് സിമ്പിളായിട്ട് തോന്നിയേക്കാം വാക്യം, പക്ഷെ 3 റെവലേഷൻ അതിൻ്റെ അകത്ത്. ഉടനെ കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസായി. മനസ്സിലായോ? ഈ 12 എണ്ണത്തോട് പറയാത്തത്, 70 എണ്ണത്തോട് പറയാത്തത്, അപ്പം തിന്നവനോടും അത്ഭുതം കണ്ടവനോടും പറയാത്തത്, ക്രൂശെ കടന്നവനോട് പറയുകയാ ലാസ്റ്റ് മിനിറ്റിൽ, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസായി. സ്നേഹം വെളിപ്പെട്ടതാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളിന്ന് ഒറ്റപ്പെടുത്തിയവരും മാറ്റി നിർത്തിയവരും, നമ്മളിന്ന് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, വേണ്ടെന്ന് കുഴപ്പക്കാരാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെയൊക്കെ നാളെ സ്വർഗത്തിൽ കണ്ടേക്കാം. ഇത് കട്ട് ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. കാര്യം ദൈവം ഒരുത്തനെ പരിഗണിച്ചാൽ പിന്നെ ആർക്കും അവനെ അവഗണിക്കാൻ പറ്റത്തില്ല. ദൈവിക പരിഗണന സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറ. അവൻ പറഞ്ഞാൽ പിന്നെ ഒരുത്തനും മിണ്ടാൻ പറ്റത്തില്ല. കിട്ടിയോ? സ്നേഹം വെളിപ്പെട്ടാൽ, വീണ്ടും പറയുന്നു, സ്നേഹം വെളിപ്പെട്ടാൽ നിയമം മറയും. നിയമത്തിന്റെ മുകളിലാ സ്നേഹം. നിയമമല്ല വലുത്, സ്നേഹമാ വലുത്.